വായിക്കാൻ വളരെ വൈകിപ്പോയി എന്നൊരു കുറ്റബോധമാണ് ഈ പുസ്തകം വായിച്ചു നിർത്തുമ്പോൾ ബാക്കിയുണ്ടായിരുന്നത്. സത്യത്തിൽ 1-2 ദിവസം വേണ്ടി വന്നു ദാസനിൽ നിന്നും, ചന്ദ്രികയിൽ നിന്നും, ഗസ്തോൻ സാഹിബിൽ നിന്നും എല്ലാം ഒരു മുക്തി നേടാൻ. ചില പുസ്തകങ്ങൾ അങ്ങനെയാണ്, വായിച്ചു കഴിഞ്ഞ് നമ്മിൽ അതിൻ്റെ ഒരു ജീവാംശം അവശേഷിപ്പിച്ച് അവ പെയ്തൊഴുകി. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അങ്ങനെ ഒരു പുസ്തകമാണ്. മലയാള സാഹിത്യത്തിൽ വാക്കുകൾ കൊണ്ട് ചിത്രങ്ങൾ മെനയാൻ കെൽപ്പുള്ള അപൂർവം ചില സാഹിത്യകാരന്മാരിൽ ഒരാളാണ് എം മുകുന്ദൻ. മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ അതിന് ഏറ്റവും വലിയ തെളിവാണ്. ഒരു ചലച്ചിത്രം എന്ന പോലെയാണ് അദ്ദേഹം വരച്ചിടുന്ന ചിത്രങ്ങൾ വായനക്കാരൻ്റെ ഉള്ളിൽ ഇടം പിടിക്കുക. സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള സാഹചര്യങ്ങളെ ആസ്പദമാക്കി എഴുതിയ നോവലാണ്. ചരിത്രത്തിനൊപ്പം ചില ജീവിതങ്ങളും ഇതിൽ ഇതിവൃത്തമാകുന്നു. ദാസൻ്റെ ജനനത്തിലൂടെ തുടങ്ങി വയ്ക്കുന്ന ആ ചിത്രം പൂർത്തിയാകുന്നതും ദാസനിലൂടെ തന്നെ. അറിവിന് വേണ്ടിയുള്ള തൃഷ്ണ ചെറുപ്പത്തിലേ എരിഞ്ഞ ആ ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ അസ്തിത്വത്തിൻ്റെ ചോദ്യങ്ങൾ ഉയരുമ്പോഴും അപൂർണതയ്ക്ക് നടുവിൽ ഒരു പൂർണ്ണതയായി മുകുന്ദൻ പറഞ്ഞു നിർത്തുന്ന ചിലതുണ്ട്, വായനക്കാരന് ചിന്തയ്ക്ക് ഇടം നൽകിക്കൊണ്ട്. ഉത്തമൻ്റെ ദുർമരണത്തെപ്പറ്റി പലരും പലതും പറഞ്ഞു. ദൈവങ്ങൾ ശിക്ഷിച്ചതാണെന്ന് മയ്യഴിയുടെ മക്കൾ വിശ്വസിച്ചു. കുഞ്ഞനന്തൻ മാസ്റ്റർക്ക് പറയുവാൻ ഇത്രയേ ഉണ്ടായിരുന്നു. ഓൻ ആദ്യമായി തിറകെട്ടിയത് ആടി പരിചയമില്ലാത്തത്, അതവൻ ഓർത്തില്ല. പിന്നീട് മറ്റൊരിടത്ത് ദാസൻ പറഞ്ഞു, മദ്യത്തേക്കാൾ ലഹരിയും മറവിയും തരുന്നതാണ് ഭക്തി. ഇവിടെയും മുകുന്ദൻ ചിലതെല്ലാം പറഞ്ഞു വയ്ക്കുന്നതിനപ്പുറം മറ്റു ചിലതെല്ലാം വായനക്കാരൻ്റെ ആലോചനയ്ക്ക് വിടുകയാണ് ചെയ്യുന്നത്. അനാദിയായി പരന്നു കിടക്കുന്ന സമുദ്രത്തിനപ്പുറത്തേക്ക് വെള്ളിയാങ്കലിൽ ഒരു തുമ്പിയായി മയ്യഴിയുടെ എല്ലാ മക്കളെയും പോലെ ആ പ്രാണനും തുടങ്ങി അവസാനിക്കുമ്പോൾ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഒരു കണ്ണുനീർ പ്രവാഹമാകുന്നു. നഷ്ടങ്ങളുടെ കഥയായി മയ്യഴി ഒഴുകി അകലുമ്പോൾ സ്വയം കത്തിനശിച്ച് മറ്റുള്ളവരെയും കത്തിനശിപ്പിക്കുന്ന തീയായി ദാസൻ മാറുകയാണ്. എന്നെ സ്നേഹിക്കുന്നവർ സൂക്ഷിക്കണമെന്ന് അയാൾ താക്കീത് ചെയ്യുമ്പോൾ ചില ചോദ്യങ്ങൾ വായനക്കാരിലും ബാക്കിയാക്കുന്നു. ഭരതനും ലീലയും തലപുകച്ച പോലെ. അന്ന് ജയിലിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ നേരെ ദാസൻ വീട്ടിൽ പോയിരുന്നെങ്കിൽ, കണാരേട്ടൻ നൽകിയ ഏതെങ്കിലും ഒരു ഉദ്യോഗം അയാൾ സ്വീകരിച്ചിരുന്നുവെങ്കിൽ, എങ്കിൽ ദാസൻ്റെ തലവിധി തന്നെ മാറിയിരുന്നു. പിന്നെ എന്തിന് ദാസൻ സ്വയമേ നശിക്കാൻ ഇറങ്ങിപ്പുറത്തു? ഒരല്പം നൊമ്പരവും ചില ചോദ്യങ്ങളും അവശേഷിപ്പിച്ചുകൊണ്ട് ഈ പുസ്തകം പറഞ്ഞു നിർത്തുമ്പോൾ മലയാള സാഹിത്യത്തിന് ഒരു അമൂല്യ നിധിയായി മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ ഇന്നും നിറഞ്ഞൊഴുകുന്നു.